ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഞങ്ങൾക്ക് പാരൻസ് ടീച്ചർ മീറ്റിംഗ് ആയിരുന്നു. ക്ലാസ്സൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ മീറ്റിംഗൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞു ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ടീച്ചേഴ്സ് ഇന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിഞ്ഞപ്പോൾ തന്നെ, ലഞ്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഇവിടുന്ന് പോകണം ലക്നൗവിലേക്ക്. കാരണം ഇന്ന് വൈകുന്നേരം 9 മണിക്കുള്ള ഫ്ലൈറ്റാണ് അവരുടെ. അപ്പോൾ അതിനായിട്ട് അവർ പോകണം. അപ്പോൾ അവരൊക്കെ മുറ്റത്ത് ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരോടും ബൈ ബൈ ഒക്കെ പറയണം. ഞങ്ങളുടെ ഫ്ലൈറ്റ് നാളെ രാവിലെ 9:50 അപ്പോൾ ഞങ്ങൾക്കൂടെ ഒന്ന് വെളുപ്പിന് 3 മണിക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം അവരെ യാത്ര പറഞ്ഞൊക്കെ വിടാം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഇത് നമ്മുടെ ജെസ്സി ടീച്ചറും ജോബി സാറും അവരുടെ മോനുണ്ട്. അപ്പം ഇവരുടെ ഫ്ലൈറ്റ് നേരത്തെയാണ്. അപ്പൊ ഇവര് നിന്ന് തന്നെ സ്കൂളിൽ അടച്ച് അന്ന് തന്നെ സെയിം ഡേയില് പോകണം കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഫാമിലി ഇതാ ഇവിടുന്ന് പുറപ്പെടാണ് കേരളത്തിലേക്ക്. ഇവർക്കും പോകേണ്ടത് ലക്നൌവിലേക്ക് തന്നെയാ. ലക്നൌ എയർപോർട്ടിൽ നിന്നാണ് ഇവരുടെയും ഫ്ലൈറ്റ്. അപ്പൊ ഇവരിതാ ലക്നൌവിലേക്ക് പോകാൻ ഇതാ റെഡി ആയിട്ടോ. ബൈ ബൈ ബൈ. ഓക്കെ ബൈ. അവരങ്ങനെ പോയി. അവരുടെ തൊട്ട് പുറകെ ഇതാ അടുത്ത ഫാമിലി ഇറങ്ങാണ്. അപ്പൊ ഇവിടെ രണ്ടാമത്തെ ഫാമിലി ഇതാ ഇറങ്ങാൻ റെഡി ആയിട്ടുണ്ട്. അവരെന്താ പോകണം, അവരിതാ സ്വന്തം വണ്ടി ഓടിപ്പിച്ച അവർ പോകുന്നത് കേരളത്തിലേക്ക്. അവർ ട്രെയിനും ഫ്ലൈറ്റിനൊന്നല്ല, സ്വന്തം വണ്ടിക്ക് ഇവിടെ തൊട്ട് അഡ്വഞ്ചറസ് ജേണിയാണ് അല്ലേ, അഡ്വഞ്ചറസ് ജേണി. ഹാപ്പി ജേർണി എല്ലാവർക്കും. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ജേർണി. ബൈ 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 ബൈ. അങ്ങനെ അവര് ഫാമിലിയും പോയി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനിതാ നമ്മുടെ ഡേവിസ് സാർ മീന ടീച്ചർ. അപ്പൊ ഡേവിസ് സാർ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞ് ഇവിടുന്ന് സാറിന്റെ വീട്ടിൽ നിന്നുള്ള കുറച്ച് സാധനങ്ങളെല്ലാം ലഗേജിൽ, ട്രെയിനിൽ ലഗേജിൽ കയറ്റി വിടണം. അപ്പോൾ അത് കയറ്റി വിടാനായിട്ട് ഇവിടെ എല്ലാം കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും വണ്ടി വന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഇവരിതാ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് വണ്ടിയിലേക്ക് ആക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ച് ലഗേജൊക്കെ ഒരു ട്രെയിൻ വഴി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ള വണ്ടിയായിട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ഫാമിലി ഇതാ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നു. നമ്മുടെ ഷാരി സാറ്, ശ്രിഷ ടീച്ചർ, റെജി സാറ്, പ്രീത ടീച്ചർ ഫാമിലി. അപ്പോൾ ഇവരൊക്കെ ഇതാ പോകാൻ റെഡി ആയി നിൽക്കണം. അപ്പോൾ അവരുടെ വണ്ടി എത്തിക്കഴിഞ്ഞു കേട്ടോ. അവരെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള വണ്ടി ഇതാ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ ഫാമിലി ഇതാ പോകുന്നു. അവരവരുടെ ലഗേജൊക്കെ ഇതാ കയറ്റിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഓ ഇവിടെ ഫ്രണ്ട്സ് ഇതാ പിരിയണ്. ഫ്രണ്ട്സ് പിരിയണ ഒരു വിഷമം. എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ. ഓ നമ്മുടെ പ്രീത ടീച്ചറും ശ്രീഷ ടീച്ചറും ഒക്കെ അതാ കയറുന്നു വണ്ടിയിലേക്ക്. ഷാരി സാറൊക്കെ ഓൾറെഡി കയറി ഇരിപ്പായി. എല്ലാവരും പോകുന്ന മൂഡിലാണ്. ബൈ 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 ബൈ. ഇനി ഞങ്ങളെ പോലെ കുറച്ച് പേരുണ്ട് നാളത്തെ ഫ്ലൈറ്റിനായിട്ട് നിൽക്കുന്നത്. കുറച്ച് പേര് സ്കൂൾ അടച്ച് അന്ന് തന്നെ പോകണം. വീട്ടിൽ വന്നതേ പോയി, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പെൻഡിങ് ആണ്. അപ്പൊ അങ്ങനെ അവരെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം പിന്നെ ഞങ്ങളോടത്ത് കുരങ്ങന്മാർക്ക് മാങ്ങ കൊടുക്കണ്ട, നമുക്ക് കുറച്ചും കൂടെ മാങ്ങ പൊട്ടിച്ച് സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങൾ ആ മാങ്ങ പൊട്ടിച്ചുകൊണ്ടിരിക്കട്ടോ. മാങ്ങ പൊട്ടിക്കണം, മാങ്ങ ഞങ്ങൾ വീണ്ടും മാങ്ങ പൊട്ടിക്കണം. കുറച്ച് ഉപ്പിലിട്ട് വയ്ക്കാം എന്നൊക്കെയുള്ള പ്ലാനിങ്ങിലാണ് പൊട്ടിക്കുന്നത്. നാട്ടിൽ പോയി വരുമ്പോഴേക്കും എങ്ങനെയാവോ. ഞങ്ങൾ പോകാത്തവരൊക്കെ ഇങ്ങനെ കുറച്ചും കൂടെ മാങ്ങ പൊട്ടിച്ച് ഇട്ടിട്ട് ഞങ്ങളുടെ ഫ്ലൈറ്റ് നാളെ വെളുപ്പിനാണ്. അപ്പോൾ കുറച്ച് പൊട്ടിച്ച് ഉപ്പിലിടെ, അച്ചാറിടെ, എന്തെങ്കിലും ചെയ്യാമെന്നുള്ള പ്ലാനിലാണ് പൊട്ടിച്ചിരിക്കുന്നത്. ഈ അകത്ത് നിന്ന് നോക്കട്ടെ കേട്ടോ. അവരവിടെ പൊട്ടിക്കുന്നുണ്ട്. കൈ എത്തുന്ന സ്ഥലത്തുള്ള വലിപ്പമുള്ളതൊക്കെ പൊട്ടിച്ചെടുത്തു. അല്ലെങ്കിൽ കുരങ്ങ് എന്തായാലും തീർക്കും. ഇവിടെ 2-3 വലുതുണ്ട്. ഇതാ അവിടെ ഇതാ
അപ്പോൾ അങ്ങനെ അവരെയൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് വിട്ട് പിന്നെ ഞങ്ങൾ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് സമയം പുറത്തൊക്കെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു. ബാക്കിയുള്ള ടീച്ചേഴ്സ്, അതായത് നാളെ പോകാനുള്ളവർ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ കൂടെ നിന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു നിന്നു. അത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ മാങ്ങ പൊട്ടിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ കുറച്ച് മാങ്ങയും കൂടെ ഞങ്ങൾ പൊട്ടിച്ചു. അപ്പോൾ പിന്നെ കിച്ചണിലേക്ക് കിടക്കാം. ഞാൻ മാങ്ങ എന്താ ചെയ്തതെന്നൊക്കെ കാണിച്ചു തരാം. നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഇന്ന് പറിച്ച മാങ്ങ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നല്ലപോലെ വാഷ് ചെയ്ത് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുത്ത് ഞാനത് പ്ലേറ്റിൽ വെച്ച് ഫ്രീസറിൽ വെച്ചൊന്ന് കുറച്ച് സമയം തണുപ്പിച്ചു കേട്ടോ. അപ്പോൾ അതിന് ശേഷം അതിങ്ങനെ നല്ലപോലെ നിറച്ച് കഴിഞ്ഞപ്പോൾ അതിന് ഞാൻ പ്ലേറ്റിൽ നിന്ന് പിടിച്ച് പ്ലാസ്റ്റിക് ബോക്സുകളിലാക്കി ഫ്രീസറിൽ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വന്നാലും ഇത് ഇതേപോലെ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് മീൻ കറിയൊക്കെ ഉണ്ടാക്കും, അല്ലെങ്കിൽ മാങ്ങക്കറി ഉണ്ടാക്കാനൊക്കെ ഇതെടുക്കാം. അതുപോലെ ചട്നി അരയ്ക്കാൻ, അപ്പോൾ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് മാങ്ങയുടെ ആവശ്യങ്ങൾക്കെല്ലാം നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ 2-3 ബോക്സുകളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കണം. അപ്പോൾ ഞാനിത് ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കണം കേട്ടോ. പിന്നെ കുറച്ച് മാങ്ങ ഞാൻ എന്താ ഇങ്ങനെ പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഒന്നും ഇടാതെ സിംപ്ലി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്ത് തൊണ്ട് കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കേടൊന്നും വരില്ല, ഫ്രീസറിൽ ഇരുന്ന് അവിടെ ഇരുന്നോളാം അങ്ങനെ തന്നെ. അപ്പോൾ പിന്നെ നമുക്ക് ഒത്തിരി നാളത്തേക്കൊന്നും ഉണ്ടാവില്ല, നമ്മൾ വെക്കാറില്ല. 2-3 മാസത്തേക്കൊക്കെ മാക്സിമം. നമ്മൾ നാട്ടിൽ പോയി വരുമ്പോഴേക്കും തന്നെ 1 മാസം കഴിയുമല്ലോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുപ്പിച്ചൊക്കെ എടുത്ത് യൂസ് ചെയ്യും. ചമ്മന്തി അരയ്ക്കാൻ, പിന്നെ കറിക്ക്, അങ്ങനെയൊക്കെ ആയിട്ട് യൂസ് ചെയ്ത് വേഗത്തിൽ തന്നെ തീരും. കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീടൊക്കെ ഇങ്ങനെ പാക്കിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞെങ്കിലും ജഗബുകയായിട്ടാണ് കിടക്കണേ. അപ്പോൾ ഇന്ന് ഞാൻ ഇതിപ്പോൾ കിച്ചണിൽ നിന്ന് കടന്നു വന്നതിന് ശേഷം ഇവിടേക്കൊന്ന് ചെറിയ പാക്കിംഗ് നടത്തായിരുന്നു. അപ്പോൾ ചേട്ടനെ എന്നെ സഹായിച്ചു കേട്ടോ. അപ്പോൾ സോഫയൊക്കെ ഞാൻ ഓരോരോ ബെഡ്ഷീറ്റുകൾ, പഴയ ബെഡ്ഷീറ്റുകളൊക്കെ എടുത്ത് ഈ രീതിയിൽ ഇങ്ങനെ കവർ ചെയ്തിടുന്നു. അപ്പോൾ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ഇവിടെ സോഫ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡബിൾ ബെഡ്ഷീറ്റ് എടുത്ത് നമ്മുടെ വലിയ സോഫയുടെ ആ വലിയ സീറ്റ് അത് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ടീപ്പോയി അതും ഒരു ബെഡ്ഷീറ്റ് എടുത്ത്, സിംഗിൾ ബെഡ്ഷീറ്റ് എടുത്ത് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് തൊട്ട് ലക്നൗ വരെ എത്തണ്ടേ, 3-4 മണിക്കൂർ എടുക്കും, എന്തായാലും 3.5-4 മണിക്കൂർ എടുക്കും. അപ്പോൾ ആ സമയത്ത് വണ്ടിയിലൊക്കെ വെച്ച് കുടിക്കാനുള്ള വെള്ളം ഫിൽറ്ററിൽ നിന്ന് എടുത്ത് ഞങ്ങൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ കൊണ്ടുപോകാനുള്ള ഹാൻഡ് ബാഗുകൾ, ഷോൾഡർ ബാഗുകളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചെറിയൊരു ഹാൻഡ് ബാഗ് ഉള്ളത്. പിന്നെ എനിക്ക് ശരിക്കും ഷോൾഡർ ബാഗ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതിനകത്തേക്ക് എനിക്ക് ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ വെക്കണം. ലാപ്ടോപ്പൊക്കെ എൻ്റെ എടുത്ത് വെച്ചിട്ട് വേണം. ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ലാപ്ടോപ്പ് ബാഗ് എടുത്ത് വയ്ക്കാൻ. പിന്നെ പെട്ടിയൊക്കെ തുറന്ന് അതിനകത്ത് വീണ്ടും മറന്നുപോയ ഐറ്റംസൊക്കെ ഇറക്കി വെക്കാനൊക്കെ ആയിട്ട് ആ പെട്ടിയൊക്കെ തുറന്ന് അങ്ങനെ ഇരിക്കുന്ന ചില ഐറ്റംസൊക്കെ വെക്കാം. നമ്മൾ മറന്നുപോയി, അത് പോകുന്ന നിമിഷം വരെ എന്തെങ്കിലുമൊക്കെ വെക്കാനുണ്ടോ. അപ്പോൾ അതതിനോട് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒത്തിരി പേര്, ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത് മാങ്ങ ഉപ്പിലിട്ട് വെക്കരുത്, അത് ഒട്ടും തന്നെ നല്ലതല്ല എന്നും പറഞ്ഞു. അത് ശരിയാണ്, നിങ്ങളുടെ കമൻറ്റിന് ഒരുപാട് താങ്ക്സ്. പക്ഷെ എൻ്റെ അടുത്ത് ചില്ലുഭരണി ഉണ്ടായിരുന്നു. പക്ഷേ കാര്യമാക്കി എടുക്കേണ്ട ഒരു മടിയൊക്കെ കാരണം സമയക്കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് കാര്യമാക്കി എടുക്കാൻ കാര്യം അതിനകത്ത് കഴിഞ്ഞ വർഷം ഉപ്പിലിട്ടൊക്കെ വെച്ചിരുന്ന മാങ്ങ. അപ്പോൾ കുറച്ച് അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് മാറ്റണ്ടെന്ന് വെച്ചിട്ടാണ് വേറെ പ്ലാസ്റ്റിക് ബോട്ടിൽ വാങ്ങിച്ച് അതിനകത്ത് ഇട്ടത്. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എത്രയും വേഗത്തിൽ മാറ്റാൻ വിടുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കമൻസിനെ വാങ്ങിച്ച് ഞാൻ പ്ലാസ്റ്റിക് ജാറിൽ നിന്ന് വീണ്ടും ഗ്ലാസ് ജാറിലേക്ക് നമ്മുടെ മാങ്ങേനെ കട്ട് ചെയ്ത് വെച്ച ഉപ്പ് മാങ്ങേനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് പോകാം. അപ്പോൾ ഇതാ നമ്മുടെ ഗ്ലാസ് ജാറിലേക്ക് ഞാൻ മാങ്ങേനെ കട്ട് ചെയ്ത് വെച്ചതിനൊക്കെ ഷിഫ്റ്റ് ചെയ്ത് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലിനെ കാര്യമാക്കി കഴുകി കമത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ജോലി കഴിഞ്ഞു. അപ്പോൾ ഇതിനെ ഇനി നല്ല പോലെ തന്നെ നമുക്ക് അടച്ചെടുത്ത് വെക്കണം, അല്ലെങ്കിൽ പൊടിയൊക്കെ കയറാൻ സാധ്യതയുണ്ട്. ഞാൻ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഓൾറെഡി ഇത് അടച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെയാണ് ഇതിൻ്റെ അടപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ എയറൊന്നും കയറാതെ നല്ലപോലെ തന്നെ ടൈറ്റാക്കി അടച്ചിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ജസ്റ്റ് ഒരു പോളിത്തീൻ വെച്ച് ഒരു കവർ വെച്ചിട്ട് ഒന്നും കൂടെ കെട്ടി കൊടുക്കുന്നുണ്ട്, പൊടിയൊന്നും കയറാതിരിക്കാൻ, ബോട്ടിൽ നിന്ന് പൊടിയൊന്നും കയറാതിരിക്കാനായിട്ട്. അങ്ങനെ മാങ്ങയുടെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് കിച്ചൺ ഒന്ന് സെറ്റപ്പ് ആക്കണം. അപ്പോൾ
അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മിക്സിയുടെ ജാറുകളെല്ലാം പ്ലാസ്റ്റിക് കവർ എടുത്ത് എല്ലാം കെട്ടി വെച്ചിരിക്കുകയാണ്. പുട്ടുകുറ്റി, മിക്സിയുടെ ജാറ്, പിന്നെ പിക്കിളിൻ്റെ ബോട്ടിൽ, ഇതെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ടിഫിനൊക്കെ, ഞങ്ങളുടെ ടിഫിൻ ബോക്സൊക്കെ ഞങ്ങൾ ഇവിടെയാണ് വെക്കാറ് 3 പേരുടെയും. അപ്പോൾ അതൊക്കെ ഞാൻ പാക്കറ്റുകളിലാക്കി അലമാരിയുടെ ഉള്ളിലും റാക്കിൻ്റെ ഉള്ളിലേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് പ്ലേറ്റ്സുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് എടുത്ത് വയ്ക്കണം. പിന്നെ ചെടികൾ നമുക്കൊന്നെടുത്ത് ടേബിൾ മേലേക്ക് എനിക്ക് ഷിഫ്റ്റ് ചെയ്യണം. മിക്സിക്ക് ഞാൻ കവറൊന്നും തയ്ച്ചിട്ടില്ല ഇതുവരെ. എനിക്ക് ടൈമൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ മിക്സിക്ക് കവറൊന്നും ഇരുന്ന് തയ്ക്കാനായിട്ട്. പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് തയ്ക്കുന്നത്, പക്ഷേ ടൈം കിട്ടിയില്ല. അപ്പം ഇപ്പോൾ ഞാൻ തൽക്കാലം ഒരു പ്ലാസ്റ്റിക് കവർ എണ്ണ വെച്ച് ഇതും കൂടി ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്, പൊടിയൊക്കെ കയറാതിരിക്കാനായിട്ട്. പിന്നെന്താ, പിന്നെ നമുക്കിനി ഇവിടെ മസാല കുപ്പികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു ബെഡ്ഷീറ്റ്, ഒരു വലിയൊരു തുണി വെച്ച് ഇതിനെ കവർ ചെയ്തിടും. ജസ്റ്റ് വേറെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് കവർ ചെയ്തിടും. പിന്നെ എനിക്ക് പ്ലേറ്റ്സുകൾ അവിടെ ഇരിക്കുന്നത് കുറച്ചൊന്ന് കവറിലാക്കി വെക്കണം. ചെടികളെല്ലാം ഞാൻ ആ ടേബിളിൽ നിന്ന് ഈ ടേബിളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. കാരണം ഇവിടെയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഓപ്പൺ സ്പേസ് ആണല്ലോ. അവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആണ്. എന്തായാലും വിൻഡോസും ഡോറും ഒക്കെ അടഞ്ഞു കിടക്കായിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ഇതൊക്കെ ഉണങ്ങി പോകുന്നൊന്നും ഒരു പിടുത്തമില്ല. കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ പോസിറ്റീവായി ചിന്തിച്ച് ഞാൻ എല്ലാത്തിലും ഇന്ന് ഫ്രഷ് വാട്ടറൊക്കെ ഒഴിച്ച് വെച്ച് കൊടുത്തിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ 1 മാസം അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഇന്ന് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്നവരെ ആരും ഇവിടെ കയറാനോ വെള്ളം ഒഴിച്ചു കൊടുക്കാനോ ഇല്ല. അപ്പോൾ എല്ലാ ചെടികൾക്കും ഞാൻ ഇവിടെ അകത്ത് വെച്ചിരിക്കുന്ന എല്ലാ ചെടികൾക്കും ഇന്ന് പുതിയ വെള്ളം ഒഴിച്ചൊക്കെ ബോട്ടിൽ സെറ്റാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഇതിനകത്തേക്ക് വെള്ളമൊക്കെ ഒന്ന് മാറ്റി എനിക്ക് നല്ല വെള്ളം, പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി ഞങ്ങൾക്ക് പയ്യെ റെഡി ആവണം. കുറച്ച് ടൈമുള്ളൂ ഉറങ്ങാനായിട്ട്. അപ്പോൾ ഫൈനൽ ജോലികളൊക്കെ തീർത്ത് ഇത് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങി എണീറ്റ് ഞങ്ങൾക്ക് 3 മണിക്ക് രാവിലെ വണ്ടി വരും. അപ്പോൾ ആ വണ്ടിക്കാണ് നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിക്കാണ് നമ്മൾ ലക്നൗ വരെ പോകുന്നത്. അപ്പോൾ ഞങ്ങളിവിടുന്ന് 2 ഫാമിലി ഉണ്ട്, പിന്നെ വേറൊരു ടീച്ചറും കൂടിയുണ്ട്. അപ്പോൾ എല്ലാവർക്കുള്ള വണ്ടികളുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വണ്ടികളിലാണ് പോകുന്നത്. അപ്പോൾ 2:30 ആകുമ്പോഴേക്ക് എനിക്ക് റെഡിയായി ഇറങ്ങാൻ നോക്കണം. അപ്പോൾ കുറച്ച് സമയം ജോലികളൊക്കെ തീർത്ത് വെച്ചിട്ട് വേഗം പോയി കുറച്ച് സമയം ഉറങ്ങാമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.